IBS അഥവാ ഇറിറ്റബിൾ ബowel സിൻഡ്രോം ഇന്ന് വളരെ കോമൺ ആണല്ലേ. അതാവട്ടെ ഇന്നത്തെ വീഡിയോയിൽ. ക്രോണിക് അല്ലെങ്കിൽ റിക്കറന്റ് ആയിട്ടുള്ള അബ്ഡോമിനൽ പെയിനും ബowel ഹാബിറ്റിൽ വരുന്ന ചേഞ്ചസുമാണ് ഈ രോഗത്തിലുള്ളത്. 3 ടൈപ്പിൽ IBS കാണാം. ഒന്ന് IBS വിത്ത് കോൺസ്റ്റിപ്പേഷൻ, ഒന്ന് IBS വിത്ത് ഡയേറിയ, ഒന്ന് IBS വിത്ത് ബോത്ത് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഡയേറിയ. ഇതിന്റെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത് അബ്ഡോമിനൽ പെയിൻ ആണ് ആദ്യം, പിന്നെ ഒന്നാണ് മ്യൂക്കസ് ഇൻ സ്റ്റൂൾസ്, പിന്നെ അതിന്റെ കൂടെ ബ്ലോട്ടിങ്ങും ഗ്യാസും ഒക്കെ ഉണ്ടാവാറുണ്ട്. IBS ഒരിക്കലും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് വരുന്ന അബ്നോർമാലിറ്റീസ് കൊണ്ടല്ല ഉണ്ടാവുന്നത്, മറിച്ച് ഗട്ട് ബ്രെയിൻ ആക്സസ്, അതായത് നമ്മുടെ ബ്രെയിനിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ പ്രശ്നം കൊണ്ട് ആണ് ഈ അസുഖം ഉണ്ടാവുന്നത്. IBS പേഷ്യൻസിന്റെ ഗട്ടിലുള്ള സെൻസറി നെർവ് എൻഡിങ്സ് വളരെ സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ആവുന്നതും അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവുന്നതും. നോർമലി നമ്മുടെ ഡൈജസ്റ്റീവ് ഫുഡിൽ നിന്നും പ്രോപ്പർ എമൗണ്ട് ഓഫ് വാട്ടർ അബ്സോർബ് ചെയ്ത ശേഷമാണ് സ്റ്റൂളായി പുറത്തേക്ക് കളയുന്നത്. എന്നാൽ ഈ IBS പേഷ്യൻസിൽ ഒന്നുകിൽ ഫുഡ് കുറേ സമയം ഗട്ടിൽ തന്നെ കിടക്കും, അപ്പോൾ കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്യും, അപ്പോൾ കോൺസ്റ്റിപ്പേഷനായി പുറത്തു വരും. ഇനി അതല്ലെങ്കിൽ വളരെ ഫാസ്റ്റായി ഫുഡ് ഗട്ടിലൂടെ മൂവ് ചെയ്യും, അപ്പോൾ നമുക്ക് വാട്ടർ കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അത് ഡയറിയായി പുറത്തു വരും. ഇതിനെ സിൻഡ്രോം എന്ന് വിളിക്കാൻ കാരണം തന്നെ ഇത് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനെ ട്രിഗർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒന്ന് സൈക്കോളജിക്കൽ ട്രോമ അല്ലെങ്കിൽ ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് കൊണ്ടും IBS വളരെ വേഴ്സ് ആവാറുണ്ട്. വേറൊന്നാണ് ഏതെങ്കിലും തരത്തിലുള്ള ഫുഡ് ഇൻടോളറൻസ്, അതായത് ലാക്ടോസ് ഇൻടോളറൻസ്. ഡയറി പ്രൊഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ ചില കണ്ടീഷനുകളിൽ ഇത് വേഴ്സ് ആവാറുണ്ട്. ഇനി അതല്ലെങ്കിൽ ഗ്ലൂട്ടൻ ഇൻടോളറൻസ്, ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഗോതമ്പ്, റവ പോലുള്ള പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ഈ കണ്ടീഷൻ വളരെ മോശമാവാറുണ്ട്. ജെനറ്റിക്സിൽ വരുന്ന ചില അബ്നോർമാലിറ്റി മൂലവും IBS ഉണ്ടാവാറുണ്ട്. പിന്നെ ഒന്നാണ് ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻസ് ഗട്ട് ഹെൽത്തിനെ ബാധിക്കുമ്പോഴും ഈ ഒരു പ്രശ്നം കാണാം. ഇനി IBS ഡയഗ്നോസ് ചെയ്യുന്നത് മെയിനായിട്ടും ബ്ലഡ് ടെസ്റ്റ്, സ്റ്റൂൾ ടെസ്റ്റ്, പിന്നെ ഇമേജിംഗ് ടെസ്റ്റ് വഴിയാണ്. ഇതുകൂടാതെ ഒരു 3 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വയറുവേദനയും സ്റ്റൂൾ ചേഞ്ചസും ഉണ്ടെങ്കിൽ ഇത് IBS ആണോ എന്ന് സംശയിക്കാവുന്നതാണ്. ഇനി ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ ഒന്നാമത് ഡയറ്റ് ശ്രദ്ധിക്കുക, അതായത് നിങ്ങൾ ഏത് ഫുഡ് കഴിക്കുമ്പോഴാണ് ഈ കണ്ടീഷൻ കൂടുതൽ വേഴ്സ് ആവുന്നത് ആ ഫുഡ് ഉപേക്ഷിക്കുക. പിന്നെ ഒന്നാണ് സ്ട്രെസ് മാനേജ്മെന്റ്, സ്ട്രെസ് കുറക്കുക, റിലാക്സിങ് മെത്തേഡ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ്, കുടലിലെ നല്ല ബാക്ടീരിയനെ വളർത്താൻ സഹായിക്കുന്ന പ്രോബയോട്ടിക്സ് അടങ്ങിയ ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതിന് എക്സാമ്പിളാണ് ബട്ടർ മിൽക്ക്, തൈര്, യോഗട്ട്, കോട്ടേജ് ചീസ് തുടങ്ങിയവ. IBSനുള്ള ഒരു വളരെ എഫക്റ്റീവായ ഒരു ഹോം റെമഡിയാണ് കറിവേപ്പില. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ലീവ്സ് രാവിലെ വെറും വയറ്റിൽ ചവച്ചരച്ച് കഴിക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ് എടുത്ത് കഴിക്കുന്നതോ വളരെ നല്ലതാണ്. ഇനി അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മോരിൽ കറിവേപ്പില അരച്ച് കഴിക്കുന്നത് നല്ലതാണ്. ആയുർവേദത്തിൽ ഈ കറിവേപ്പിലയുടെ പ്രാധാന്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ കാളശാഖാദി കഷായം എന്നൊരു മരുന്നുണ്ട്. ഇത് IBSൽ വളരെ എഫക്റ്റീവാണ്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റും കറിവേപ്പിലയാണ്.